അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം എറണാകുളം ജില്ലാ സമ്മേളനവും പറവൂർ ശ്രീധരൻ തന്ത്രി അനുസ്മരണവും ജ്യോതിഷ താന്ത്രിക സെമിനാറുകളും നോർത്ത് പറവൂർ PWD ഗസ്റ്റ് ഹൗസ് ഹാളിൽ വെച്ച് നടന്നു. ഹൈക്കോടതി മുൻ ജഡ്ജ് ജസ്റ്റിസ് PS ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ചില സമയങ്ങളുണ്ട്, മുഹൂർത്തങ്ങളുണ്ട്. ഈ മുഹൂർത്തങ്ങളെ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ നമുക്ക് സൗകര്യപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യുവാൻ ഹിതമാകുന്നത് പോലെ ചെയ്തു പോവുക എന്നുള്ളൊരു പോളിസിയാണുള്ളത്. ഏതായാലും ഞാനത് നിങ്ങൾ ആരോടും ഞാനത് അങ്ങനെ തന്നെ തുടരണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത്, ഇപ്പോൾ ഒരു വലിയ മഹൽ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ചരിത്രപരമെന്ന് ആമുഖ പ്രഭാഷകൻ പറയുകയുണ്ടായി. ശരിയാണത്. എറണാകുളം ജില്ലാ ജ്യോതിശാസ്ത്ര മണ്ഡലത്തിൻ്റെ ഒരു സമ്മേളനം, ശ്രീധരൻ തന്ത്രി അവരുടെ അനുസ്മരണം, ജ്യോതിഷ സെമിനാർ, ഇങ്ങനെ മൂന്നും കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ശ്രീധരൻ തന്ത്രിയെ പറ്റി പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ ജ്യോതിഷവും ജ്യോതിഷവിദ്യയും തന്ത്രവിദ്യയും മന്ത്രവിദ്യയും എല്ലാം ജനകീയനാക്കിയ ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് പകരം വയ്ക്കുവാനായി മറ്റാരും ഇല്ലെന്നുള്ളത്, ഇന്നില്ലെന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ജ്യോതിശാസ്ത്ര മണ്ഡലം പ്രസിഡന്റ് പറവൂർ ജ്യോതിസ് അധ്യക്ഷനായി. ഭാരതീയ ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എല്ലാ ശാസ്ത്രങ്ങളും ഒരിക്കൽ അപ്രത്യക്ഷമാണ്, അത് നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. എന്നാൽ പ്രത്യക്ഷമായിരിക്കുന്ന ജ്യോതിശാസ്ത്രം നശിച്ചു പോകണമെങ്കിൽ സൂര്യചന്ദ്രന്മാർ വഞ്ചിക്കണം. അപ്രത്യക്ഷാണി ശാസ്ത്രാണി വിവാദസ്തേഷു കേവലം. പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം ചന്ദ്രാർക്കു എത്ര സാക്ഷിണം. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഈ ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്തത് 18 മഹർഷിമാരായിരുന്നു. അതിൽ ദേവതമാരുണ്ടായിരുന്നു. നാരദ മഹർഷി നമുക്ക് പറയുകയാണ്, ജഗത് ഹിതായ ഇതം ജ്യോതിശാസ്ത്രം അകൽമഷം ബ്രഹ്മണാം നിർമ്മിതം പുര. ജനറൽ സെക്രട്ടറി ജയകൃഷ്ണ S. വാര്യർ ആമുഖ പ്രഭാഷണം നടത്തി. തൃശൂർ രാമകൃഷ്ണാശ്രമം സംപൂജ്യസ്വാമി നന്ദാത്മജാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ ചിത്രം തത്സമയം വരയ്ക്കുകയും ചെയ്തു. ഇന്ന് ഭാരതീയ ജ്ഞാന പാരമ്പര്യം ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ജ്യോതിശാസ്ത്ര മണ്ഡലത്തിൻ്റെ സമ്മേളനം ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ സംഗമഗ്രാമ മാധവൻ, ഇന്ന് ലോകം അദ്ദേഹത്തെക്കുറിച്ച്, ഗണിതശാസ്ത്രജ്ഞനായ ഇരിങ്ങാലക്കുടക്കാരനായ സംഗമഗ്രാമ മാധവനെ പറ്റി ലോകശാസ്ത്രജ്ഞന്മാർ, പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞപ്പോഴാണ് നമ്മൾ വില വെക്കുന്നത്. എത്ര പേർക്കറിയാമായിരുന്നു അതിനു മുമ്പ് പൈയുടെ മൂല്യവും? ജ്യോതിശാസ്ത്ര രംഗം പ്രത്യേകിച്ച് കേരളത്തിൽ എത്രമാത്രം വികസിച്ചു എന്നതിൻ്റെ വലിയൊരു തെളിവാണ്. പ്രമുഖ ജ്യോതിശാസ്ത്ര തന്ത്രികളെ വേദിയിൽ വെച്ച് പൊന്നാടയണിച്ച് ആദരിച്ചു. ജില്ലാ സെക്രട്ടറി PG ശ്രീകുമാർ, ഡോക്ടർ G ഉദയകുമാർ തൃക്കുന്നപ്പുഴ, ഉദയംപേരൂർ അനിൽകുമാർ അനിക്കാട്, ശ്രേയസ് നമ്പൂതിരി, വൈക്കം സുബ്രഹ്മണ്യപിള്ള, വേഴപ്പറമ്പ് അഡ്വക്കേറ്റ് ഈശ്വരൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ ജയരാജ് ഇളയത്, പറവൂർ രാകേഷ് തന്ത്രി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ EN ഈശ്വരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.